മുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ. ഒന്ന് തടഞ്ഞാ മതി. ആ അത്രേ ഉള്ളൂ. നിനക്കൊന്ന് കളിയില്ലേ? അപ്പൊ ശരി. അയ്യോ അമ്പാള്. അതിനെന്താ? അതെ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ, അത് സമ്മാനം കിട്ടിയ വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്. വേശ്യയാണ് കണി. പൊക്ക പൊക്ക. അമ്പാളെ എന്തൊരു ബഹളായിരുന്നു ഇന്നലെ. മത്സരം ജയിച്ചതിന് സന്തോഷാർന്നായിരിക്കുമല്ലേ? എന്നാ പിന്നെ ശരി ശരി. എന്നാലും അമ്പാളെ നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്? നീ നിന്റെ അമ്മേനെ കൊണ്ടുവന്ന് നിർത്തടാ കണി കാണിക്കാനായിട്ട്. അതിനൊക്കൂല്ല ഞാന്. ശവമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ എന്താണ് മറ്റുള്ളവരുടെ കൂടെ പോണ കണ്ടത്? നടക്കുമ്പോ നിന്റെ മനസ്സിലിരിപ്പ് ഇതാർന്നല്ലേ? ഒരു വലിക്കാരൻ വലി. പ്രണയസുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം കനവെറിയും കതിരണിയും നിലവിൽ പ്രണയരസം ആലിലത്താലികൾ തെന്നലിലാടും നീൾമിഴിയിളകുമ്പോൾ പ്രണയസുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം. നിരയിൽ ആരാനും പാടിയില്ല മോഹമലർവനിയിൽ താരകങ്ങളണയുന്നോ പോകുമീ വഴിയിൽ കണ്ണു ചിമ്മി മറയുന്നു കന്നിരാവൊളികൾ താനെ മായം ജീവിതങ്ങൾ വർഷമേഘമെങ്ങുപോയി പ്രണയസുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം. വാർതിങ്കൾ താഴെ ഇറങ്ങിയോ കാർമുടി ചീകി മിനുക്കാനായി പൂത്തൊരുങ്ങി വന്നല്ലോ നീ കാണും കണ്ണിൻ കുളിരായി കണിക്കൊന്നപ്പൂ പോലാണോ തനി തങ്കത്തളിരാണോ മാടത്തിൻ മുറ്റത്തെ മന്ദാര പൂങ്കൊമ്പിൽ മഞ്ഞു നിലാവിന്റെ താരക കുഞ്ഞേ വാർതിങ്കൾ താഴെ ഇറങ്ങിയോ കാർമുടി ചീകി മിനുക്കാനായി പൂത്തൊരുങ്ങി വന്നല്ലോ നീ കാണും കണ്ണിൻ കുളിരായി. എന്താ പ്രണയസുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം
ഇതളഴകതിരസികം ഇതളഴകതിരസികം. അതെ, ഓരോന്നും മനസ്സിലിട്ടോണ്ട് വർത്താനം പറഞ്ഞ എനിക്കും വല്ലതും മനസ്സിലാവും. നീ വിചാരിക്കണത് എനിക്കും മനസ്സിലാവുന്നുണ്ട്, ഞാൻ വിചാരിക്കണത് നിനക്കും മനസ്സിലാവുന്നുണ്ട്. എന്റെ മുമ്പിൽ വല്ലാണ്ട് പൊട്ടം കളിക്കല്ലേ. കൺമഷി, ചാന്തപൊട്ട്, ലിപ്സ്റ്റിക്, വെപ്പുമുടികൾ, വെള്ളിപ്പാദസരങ്ങൾ, നല്ല ബനാറസ് കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ, വളകൾ, കമ്മലുകൾ, വെപ്പുമുടികൾ, വെള്ളിപ്പാദസരങ്ങൾ, ബനാറസ് കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ, സാരികൾ എടുത്തോണ്ട് പോ. 70 കാരികളെ 17 കാരികളാക്കുന്ന വിവിധ നിറത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള പല അളവുകളിലുള്ള വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. എന്താ വേണോ? പോയി ചേട്ടൻ. എന്താ ഇതിന്റെ വില? എന്താ ഇതിന്റെ വില? എന്ത്? എത്ര വേണമെങ്കിലും എടുത്തോ. പ്രേമോ സ്നേഹമൊക്കെ ആവശ്യത്തിന് മതിയെന്ന് കൂടി പോയാലേ മോശമാണ്. എണീച്ച് പോന്ന് നാട്ടുകാര് കാണുന്നുണ്ട്. എണീച്ച് പൊടി. അണ്ണാ, നീ എന്താ കളിക്ക് വരാഞ്ഞ്? എനിക്ക് കുറച്ച് കാശ് വേണം അണ്ണാ, അത്യാവശ്യമാണ്. ഏറ്റ കളിക്ക് വരാതെ എന്നെ പറ്റിച്ചിട്ട് എന്ത് ധൈര്യത്തിൽ വന്നിട്ടാണ് നീ എന്നോട് കാശ് ചോദിക്കുന്നത്? കുറച്ച് കളിയുടെ ബാലൻസ് ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ എനിക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ടെന്ന്. അടുത്ത കളിയും കൂടി കഴിയട്ടെ, രണ്ടും കൂടി ഒരുമിച്ച് തരാം. നിങ്ങൾ ഉണ്ടിച്ച കുറച്ച് പൈസ തരും. ഈ കാശ് 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 ഒന്ന് പോടെ പന്നി അവിടെ. എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. പിന്നെ മുഖത്തെന്തോ ഒരു വാട്ടം. അതെ, മറ്റേ ആ പെണ്ണിന്റെ നോട്ടം ചിരി എനിക്ക് അത്ര പിടിക്കണില്ല കേട്ടോ. ഓളെ എന്താ ഓളുടെ ഒരു നല്ല ക്ലാസ് മത്തി, ഉപ്പുമില്ല മുളകുമില്ല. വെറുതെ കാശ് പറ്റിക്കാൻ നിൽക്കാണ് സ്വാമി. മതി. ഇപ്പൊ കഴിക്കണില്ലേ? വേണ്ട. എന്റെ സ്വാമി, നിങ്ങളുടെ മീൻകറി വളരെ മോശമാണ്. മൂപ്പർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഏട്ടയ്ക്കൊക്കെ ഭയങ്കര കാശാ, മത്തേ ഉള്ളൂ. ഇതിന് കാശേ തരില്ല ഞാൻ. പാദസരം, വള, മാല, കമ്മൽ എന്ത് വേണമെങ്കിലും തരാം. പൈസ ഇല്ലേ? അതൊന്നും കുഴപ്പമില്ല, പിന്നെ എപ്പോഴും തന്നാ മതി. എന്താ എങ്ങനെ നല്ല മത്തിക്കറി ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. ഇവിടുന്ന് പോണ വഴിക്ക് നമുക്ക് ലേശം മീനും വാങ്ങാം. ഇങ്ങനെ മത്തിപ്രാന്നുണ്ടങ്ങ് പറഞ്ഞാൽ പോരെ എന്നോട്. മത്തി അരച്ചത്, മത്തി പൊരിച്ചത്, മത്തി മുളകിട്ടത്, മത്തി ഒലത്തിയത്, ഏത് വേണമെങ്കിലും ഉണ്ടാക്കി തരില്ലേ ഞാൻ. അയ്യോ, എപ്പോ വന്നു? പണി പറ്റിച്ചല്ലേ? ഇത് സാമിയുടെ കടയിൽ നിന്ന് കഴിച്ച പോലെയാവില്ല. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. മണം കൊള്ളാം. ഇതാണ് ഈ കൈപ്പുണ്യമുള്ളവർ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചി മണമൊക്കെ ഇരിക്കും. ഇത് മൊത്തം ഞാൻ തന്നെ അങ്ങ് തിന്നും. തിന്നോ? അതിനു വേണ്ടിയല്ലേ ഞാനിതൊക്കെ ഉണ്ടാക്കണത്. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കാം. കഴിക്കടാ. ഞാൻ കഴിക്കാം. വെച്ചുണ്ടാക്കിയ ആളുടെ മനസ്സ് നിറയണത് മറ്റുള്ളവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോഴാ. എങ്ങനെയുണ്ട്?
സൂപ്പർടാ സൂപ്പർ. 1 കിലോ കൂടെ വാങ്ങിക്കായിരുന്നല്ലേ? എന്തിനാടാ തൂറ്റില് പിടിച്ച് ചാവാനാ? എല്ലാം പാകത്തിനേ പറ്റൂ. എന്നാലും ഒന്നുകൂടെ കഴിക്കും. വേണ്ട 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 വേണ്ട. ഞാൻ കഴിക്കോളാം. വേണ്ട, എടാ, ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞു. എത്ര പറഞ്ഞാലും കേൾക്കില്ല. വേണ്ടെന്ന് ഞാൻ കഴിക്കോളാന്ന്. ഞാൻ കഴുകിക്കോളെന്ന് പറഞ്ഞില്ലേ? വിട്. ശരി. ഇതെന്തു പേന ഇത്? ഒരു നുള്ളില് 4 എണ്ണം. നിന്റെ കൂടെ അല്ലേ പൊറുതി, നീ തന്നെ കണ്ടുപിടിച്ച് തീർക്ക്. ഓ പിന്നെ എന്റെ തലയിൽ പേനൊന്നുമില്ല. പോടുന്നു. എന്ത് എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. നല്ല പാർട്ടികള്. സത്യം പറ, ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഇവിടെ പല പരിപാടി ഉണ്ടാവും. നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ആ വാതിലൊന്ന് മുട്ടുക, ഇല്ലെങ്കിൽ ഒന്ന് ഒച്ച ഉണ്ടാക്കുക. ഞങ്ങൾ 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്? ആ വിളിക്കണ് എപ്പ നോക്കിയാലും വിളിയാണ്. ഭാഗ്യത്തിന് ഞങ്ങൾ മാങ്ങ തിന്നോണ്ടിരിക്കുന്നു. വേറെ വല്ല അവസരത്തിലാണെങ്കിലോ? എന്താ അവസരം? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല പറയ. അങ്ങനെ വഴിക്ക് വാ. ഞാൻ ഊഹിച്ചല്ലേ ശരി. എന്നെ ഒരുമാതിരി പൊട്ടനാക്കല്ലേ. ഏവൻ കിടന്ന് പരിങ്ങ കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അകത്താര് അമ്പാള, അത് വേറെ വല്ലൊരു. എടാ എടാ എന്നെ ഇവിടെ കൂട്ടറാ. പിടിവെള്ളി പൊട്ടി ഇങ്ങനെ ഒരു തന്നെ സഹായിച്ചാ അതിനുള്ള കൂലി ദൈവം തരും. പോടാ അമ്പാളേ. പോടാ അവിടുന്ന് പന്നി. ഓ ദേ വരണു പണ്ടാരക്കൂട്ടം. ഇനി കല്ലെടുത്തെറിഞ്ഞാലും പോവില്ല. പറഞ്ഞു വിട്. ചെല്ലേ പറഞ്ഞു വിട്. അത് പൊട്ടി. വെള്ളം കുറച്ച് മതി മതി മതി. അതെന്താ എപ്പോ പോവും പന്നികള്. ഭയങ്കര ചൂടല്ലേ? ആ ഒരു പാട്ട് പാടാം. എന്തൊരു കഷ്ടായത്. ഒന്ന് പോയി തരണ്ട നിങ്ങള്. ഒന്നും പറയാറായിട്ടില്ല. നിങ്ങൾ പോയി ഈ സ്ഥലം വൃത്തിയാക്കി പോയി കുളിച്ച് വന്നിട്ട് വേണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ. നീ രണ്ടെടുത്ത് അടിക്കാർക്കാ നല്ല ഉഷാറുണ്ടാവും. നിങ്ങൾ എന്റെ കാര്യം വിട്. ഈ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് വിചാരിച്ചാലോ? പകല് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണ്. ഒരു ഭാഗത്ത് ഇരിക്കാനും നിങ്ങൾ സമ്മതിക്കില്ലേ? അതിനിന്ന് വേറെ പോയിട്ടില്ല. വേറെ എവിടെയും പോയിട്ടില്ലെങ്കിൽ എന്ത് തന്നെയല്ലേ പരിപാടി? പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുന്ന ചെല്ലടാ. അല്ലടാ
ഒന്ന് നിർത്തണോ? ഒന്ന് നിർത്തി എണീറ്റ് പോവാ നിങ്ങള്. ഇത് എപ്പോ തുടങ്ങിയതാണ്? നിങ്ങൾക്ക് വേണ്ടി പാതിര അവളെ ഉറക്കൊഴിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. ആടെ രാത്രിയോട് ഉറക്കളിക്കാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ കേറി പോടാ വന്നേകത്ത്. എടാ തമ്പുരാ മര്യാദക്ക് സംസാരിച്ചോട്ടാ, ഇല്ലെങ്കിൽ നിന്റെ പല്ലടിച്ച് നിലത്തിലും. ഒരു ദേഷ്യം കണ്ടില്ലേ? എന്തിനാ പന്നി കുറക്കണേ? എന്തിനാ? ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഇഷ്ടമുള്ള ചെയ്യാനവിടെ വീടെടുത്തത്. എനിക്ക് മനസ്സിലാവാത്തത് വെങ്കിടിക്കില്ലാത്ത ദണ്ണതിനെ നിനക്ക്. ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൂടിച്ചെങ്കിൽ ഞങ്ങളുടെ പെണ്ണിനാണ്. നീ എന്തിനാ? ഞാൻ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ഓനെ ഈടെ തുടങ്ങിയ സൂക്കടാ അധികാരപ്പണി. തമ്പുരോ അതിന്റെ കയ്യിൽ വെച്ചാ മതിട്ടാ. നീ സ്ഥലം വാങ്ങിച്ച് പെരവച്ചാക്കനോട് തിരുത്താടാ ഞങ്ങൾ വെള്ളം കുടിക്കണത്. ഇറക്കിവിടാൻ വന്നിരിക്കണു. മര്യാദക്കില്ലെങ്കിൽ നിന്നെ ഇറക്കിവിടാ. അല്ല പിന്നെ എന്താന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് അവനൊരു മാറ്റം, മൊത്തത്തിലൊരു അധികാരഭാവവും, എന്നോട് സ്നേഹമൊക്കെ ഇത്തിരി കൂടുതലാ. അതാ ഈ സംസാരത്തിനൊക്കെ കാരണം. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാൽ കരച്ചിലും പിഴിച്ചിലായിരിക്കും. പോടെ. ആ അപ്പൊ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? എടാ, ഈ ലോകത്ത് നമുക്ക് ആരെ വേണമെങ്കിലും പിടക്കാം, കൂട്ടുകാരൊഴിച്ച്. കൂടെപ്പിറപ്പുകളേക്കാൾ നമ്മളെ സ്നേഹിക്കുന്നത് അവരാടാ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതും കൂടെ കഴിയുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതെല്ലാം. കൂട്ടുകാരെന്ന് പറഞ്ഞ സമ്പത്താണ്, അത് നീ മനസ്സിലാക്കണം. ഈ കള്ളുടിയന്മാരല്ലേ സമ്പത്ത്? ബോധം പോണവരെ ഈ മൂത്രം കുടിച്ച് കയറ്റിയിട്ടാണ് വാലും തുമ്പില്ലാണ്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ് നിനക്കൊന്നും മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. പക്ഷെ എല്ലാരും കൂടെ കുടിച്ച് മൂത്തിട്ട് എന്നെ വല്ലതും ചെയ്തു പോയാൽ ആര് സമാധാനം പറയും? അയ്യോ, ഉപ്പ് വാങ്ങാന്ന് പറയുമ്പോ ഏമ്പ്രാന്തിരിയുടെ കുണ്ടിന്നാണ് കേൾക്കണമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്തെന്ന്? കുണ്ടി കുണ്ടി, ഏമ്പ്രാന്തിരിയുടെ കുണ്ടി. മുഖത്തേക്ക് നോക്ക്. എന്താ പണി? കുമ്പങ്ങളി. എന്ന് കുമ്പങ്ങളി അതല്ലേ ചോറ്. അപ്പൊ കളിക്കണേ. ആ കഴിഞ്ഞ പ്രാവശ്യത്തെ കളി മോശാന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കാശ് കുറച്ചാ തന്നത്. അറിയോ? എന്റെ പോക്കറ്റിൽ നിർത്താ നിങ്ങക്ക് ഞാൻ കാശ് തരുന്നത്. എനിക്കിത് ബിസിനസ്സാ, കുടുംബസേവനല്ല. അറിയാം, വീണ്ടും നന്നാക്കാം. ഇന്നത്തെ കളിക്ക് നന്നായിട്ട് വന്നാ മതി. ഓ ഇപ്പൊ പഠിക്കണം, അല്ലെങ്കിൽ ഇത് ഒടുക്കത്തെ കളിയെ കൂട്ടിക്കോ. ആയിക്കോട്ടെ. മണിയെ ഓ കുടം വെക്ക്. ആ താളം കൊടു. ശരി കളിക്കട്ടെ, പഠിപ്പിക്കുക കളി. ആയിക്കോട്ടെ. തുടങ്ങണ ആ നടക്കാൻ കിട്ടും.